ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി. ജാമ്യാപേക്ഷയും കോടതിയിൽ. ഹണി റോസിന്റെ രഹസ്യമൊഴി പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യത തേടി പോലീസ്. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്ന് ഷിബില മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നു. വേഷത്തെക്കുറിച്ചുള്ള രാഹുൽ ഈശ്വറിന്റെ അധിക്ഷേപത്തിനെതിരെ ഹണി റോസ്. ഭാഷയിലെ നിയന്ത്രണം, സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ രാഹുലിനില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ബോബി ചെമ്മണ്ണൂർ പരമനാറിയെന്ന് ജി സുധാകരൻ. എന്നിട്ട് ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലോ. അവന്റെ പേര് ഒരു സ്വർണ്ണക്കച്ചവടക്കാരൻ. പരമനാറിയല്ലേ അവൻ. ഞാൻ 15 വർഷം കൊണ്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാറിയാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ്. DCC പ്രസിഡന്റ് ND അപ്പച്ചനും പ്രതിപട്ടികയിൽ. രാഷ്ട്രീയ പ്രേരിതമെന്ന് ND അപ്പച്ചൻ. പക്ഷേ അധികം എടുത്ത് ചെയ്യാതെ എന്ന് മാത്രമേ എനിക്ക് പറയാം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നിർത്തണമെന്ന് AK ആന്റണി. നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. KPCC യോഗം തിരുവനന്തപുരത്ത്. കേരള കോൺഗ്രസ് എമ്മിന് നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന UDF ആണ്. അത് അവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ലല്ലോ അവരറിയുകയാണെങ്കിൽ നല്ല കാര്യം. അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്ക്. കേരള കോൺഗ്രസ് എമ്മിന് UDF-ലേക്ക് വാതിൽ തുറന്നിട്ട് കോൺഗ്രസ്. രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞത് News 18 അഭിമുഖത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിപുലീകരിക്കാൻ ശ്രമങ്ങൾ. RJD-യെയും തിരികെ എത്തിക്കാൻ നീക്കം. കൂടുതൽ പേരെ എത്തിക്കാൻ മത്സരിച്ച് ചെന്നിത്തലയും VD സതീശനും. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയിൽ മരണം 6 ആയി. ഹോളിവുഡ് താരങ്ങളുടെ വീടുകളും കത്തിനശിച്ചു. നിരവധി പേർക്ക് പൊള്ളൽ. വീടുകളിൽ നിന്ന് ഒഴിയാൻ ഉത്തരവ്. നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. ജാമ്യാപേക്ഷ കോടതി ഇന്ന് തന്നെ പരിഗണിക്കുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. ഇന്നലെ രാത്രി മുഴുവൻ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ സെല്ലിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത്. ഹണി റോസിന്റെ രഹസ്യമൊഴി ഇന്നലെ പോലീസ് എടുത്തിരുന്നു. ഈ രഹസ്യമൊഴി കൂടി പരിശോധിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തുവാനും സാധ്യതയുണ്ട്. ജാമ്യം കിട്ടാതിരിക്കാനുള്ള നീക്കങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പാണ് എറണാകുളത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് ബോബി ചെമ്മണ്ണൂരിനെ. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചു പറയുകയാണ്. അല്പസമയം മുമ്പാണ് ബോബിയെ എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടാതിരിക്കുവാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ടല്ലോ. കസ്റ്റഡി അപേക്ഷയാണോ പോലീസ് നൽകുന്നത്? മഞ്ജുഷ ഇപ്പോൾ കോടതിയിൽ അല്പസമയം മുമ്പാണ് ഹാജരാക്കിയത്. ഏതായാലും കോടതി അതിന് നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇതിൽ കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നതാണ് കോടതി. കാരണം പ്രതിഭാഗം അതിൽ ജാമ്യ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ കർശനമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വരുന്നത്. സ്വാഭാവികമായും റിമാൻഡിലേക്ക് അടക്കം കാര്യങ്ങൾ പോകും, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അടക്കം പോകും. അങ്ങനെയെങ്കിൽ അതിൽ എന്താണ് നടപടി എന്നതാണ്. റിമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ അത് സബ് ജയിലിലേക്ക് അടക്കം പോകും. തുടർന്ന് നടപടികളുണ്ടാകും. അങ്ങനെ ജയിലിലേക്ക് പോവുക എന്ന കാര്യങ്ങൾ തന്നെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പമുള്ള അഭിഭാഷകർ നടത്തുകയും ചെയ്യുന്നത്.
ഇത് പലതവണ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഈ നിലപാടെടുത്തുകൊണ്ട് ഹണി റോസ് മുന്നോട്ട് വന്നിട്ടുള്ളപ്പോൾ അതിനെ ഉപോത്ബലകമായ പല തെളിവുകളും ഹാജരാക്കാൻ, ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് പ്രോസിക്യൂഷൻ വാദം ന്യായീകരിക്കാൻ തനിക്ക് കൃത്യമായ രീതിയിലുള്ള ഇക്കാര്യങ്ങളിലുള്ള ഒരു നിലപാട് ഇക്കാര്യങ്ങളിൽ നടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ആവശ്യമായ തെളിവുകളടക്കം കഴിഞ്ഞ ദിവസം കൈമാറിയുന്നു. പ്രോസിക്യൂഷനും അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഇതേ കോടതിയിൽ നടി രഹസ്യമൊഴി അടക്കം നൽകിയിരുന്നു. ആ രഹസ്യമൊഴിയിലെ കാതലായ ഭാഗങ്ങൾ ഇതിൽ കൂടുതലായും തന്നെയും ജാമ്യത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഉറച്ച വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇതിൽ വളരെ തമാശയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടുക്കുകയായിരുന്നു. ഈ രീതിയിലേക്കുള്ളൊരു അറസ്റ്റ് അടക്കം കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതെന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സിനിമയുടെ പ്രമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള കോലാഹലം എന്നതടക്കമുള്ള കാര്യങ്ങൾ വാദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വാദമുഖങ്ങൾ തന്നെയാണ് പ്രതിഭാഗം ഉന്നയിക്കുകയും ചെയ്തത്. ഏതായാലും കോടതിക്ക് മുൻപാകെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ എത്തുന്നു. ഇതിൽ ജാമ്യം നേടുക എന്നത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഒപ്പം ഉള്ള അഭിഭാഷകർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യ ഹർജി ഇന്ന് സമർപ്പിക്കുകയും ഈ കോടതിയിൽ തന്നെ അത് എടുപ്പിക്കുകയും ചെയ്യാനാണ് ആദ്യഘട്ട പരിഗണന നൽകുന്നത്. കോടതി ഈ കീഴ്ക്കോടതി ജാമ്യം തള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ അത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ കൊണ്ടുവരുവാനുള്ള ശ്രമവും എല്ലാ ഭാഗത്തുള്ള തയ്യാറെടുപ്പുകളടക്കം പൂർത്തിയാക്കിക്കൊണ്ടാണ് പ്രതിഭാഗമുള്ളത്. എന്തായാലും അല്പസമയം കൊണ്ട് തന്നെ കോടതി നടപടികളിലേക്ക് കടക്കുമെന്നാണ് വ്യക്തമാകുന്നത്. മഞ്ജുഷ്, ഡാനി, ഇതിനകം ഭാരതീയ ന്യായ സംഹിതയിലെ 75(1), 75(4) വകുപ്പുകളാണല്ലോ ചുമത്തിയിരിക്കുന്നത്, ലൈംഗിക അധിക്ഷേപം തടയുന്നതിനുള്ള. ഇതിനപ്പുറം കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാനുള്ള ആലോചന ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പുതിയ ഏതെങ്കിലും വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ടോ ബോബിക്കെതിരെ? മഞ്ജുഷ, നിലവിൽ ആ പുതിയ വകുപ്പുകളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ അത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ വകുപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പരമാവധിയായ രീതിയിൽ തന്നെയും ഈ കേസ് അതീവ ഗൗരവത്തോടു കൂടി തന്നെ അവതരിപ്പിക്കപ്പെടുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ ഉണ്ടാകും. അത് ഒരു പക്ഷേ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മൊഴിയുടെ ഒരു വിശദാംശങ്ങൾ അടക്കം ലഭ്യമാക്കണം എന്ന് അന്വേഷണ സംഘം കോടതിക്ക് മുൻപാകെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ മൊഴിയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും കൂടുതൽ വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുക. അത് തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിക്കുക. കാരണം രഹസ്യമൊഴി കോടതിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. കോടതിയിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നടി ഇക്കാര്യങ്ങളെല്ലാം തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കത്യം കോടതിക്ക് ബോധ്യപ്പെട്ട് കാണും. അപ്പോൾ നിലവിൽ ഈ കാര്യങ്ങൾ ഗൗരവതരമായിട്ട് തന്നെ പരിഗണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ജാമ്യം കൊടുക്കുക അതിനെ ഒരു നല്ല രീതിയായി കീഴ്വഴക്കമായി കാണാനാകില്ല എന്ന് പ്രോസിക്യൂഷൻ പറയും. പ്രത്യേകിച്ച് പ്രബലനായ ഒരു വ്യക്തിയാണ്, സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ്. അയാൾക്ക് ഈ പ്രമാദമായ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദോഷകരമായി ബാധിക്കുമെന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ഉന്നയിക്കും. അതുകൊണ്ട് തന്നെയാണ് പുതിയ വകുപ്പുകളടക്കം ഇതിലേക്ക് വരാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നത്. ആ വകുപ്പുകൾ ഏത് രീതിയിലുള്ളതായിരിക്കുമെന്നാണ് അറിയേണ്ടത്. അത് പ്രധാനമായും തന്നെ രഹസ്യമൊഴി നൽകിയതിൻ്റെ സ്വഭാവത്തിനും അനുസൃതമായിട്ട് തന്നെയും കൂടുതൽ വകുപ്പുകൾ, ഗൗരവതരമായ വകുപ്പുകൾ നൽകാനുള്ള എല്ലാവിധ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അത് വരും സമയത്ത് തന്നെ നമുക്ക് അതിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് പറയാനാകും. മഞ്ജുഷ്, അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്യുകയാണോ അതോ ജാമ്യം നൽകുകയാണോ എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. CJM കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്, ജാമ്യമില്ലാ വകുപ്പുകളാണ് രണ്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്.